10 കോടി രൂപയോ? എന്താ ഇത്? ഞാനെന്താ സ്വപ്നം കാണാണോ? ധീരജ് മൊബൈൽ സ്ക്രീനിലേക്കും ചാക്കോയെയും മാറി മാറി നോക്കി. ഇതൊരു സ്വപ്നമല്ല എന്നവൻ തിരിച്ചറിഞ്ഞു. എന്നാൽ വളരെ ലാഘവത്തോടെ ചിരിച്ച മുഖവുമായി നിൽക്കുന്ന ചാക്കോ സംസാരിച്ചു തുടങ്ങി. ധീരജ്, നിന്റെ അച്ഛൻ സ്റ്റീഫൻ നിന്നെയും നിന്റെ അമ്മയും ഉപേക്ഷിച്ചു പോയത് അന്നത്തെ സാഹചര്യങ്ങൾ കൊണ്ടാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെന്നും നിങ്ങളുണ്ടായിരുന്നു. വലിയ പറമ്പിൽ കുടുംബത്തിന്റെ ബിസിനസ് അന്ന് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമായിരുന്നു. അത് അദ്ദേഹം കൃത്യമായിട്ട് തന്നെ നിർവഹിച്ചു. ഇന്നിപ്പോ സ്റ്റീഫൻ അയാളുടെ ബിസിനസ്സും വലിയ പറമ്പിൽ സാമ്രാജ്യവുമെല്ലാം അടുത്ത തലമുറയ്ക്ക് കൈമാറി സ്വസ്ഥമാവാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങിവന്ന് ഒപ്പം ജീവിക്കാനും ആഗ്രഹിക്കുകയാണ്. ധീരജ് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അയാൾ വീണ്ടും പറഞ്ഞു തുടങ്ങി. 2 കാര്യങ്ങൾ നിന്നെ അറിയിക്കാനാണ് അദ്ദേഹം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, നീ കഴിയുന്ന അത്രയും ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്ത് ഒരു സാധാരണ ജീവിതം തന്നെ നയിക്കുക. 2, നിന്റെ അമ്മയ്ക്ക് ഇനി ഒരു ദുഃഖവും ഉണ്ടാകാത്ത രീതിയിൽ അവരെ സംരക്ഷിക്കുക. ചാക്കോയുടെ വാക്കുകൾ കേട്ട് ധീരജിന്റെ ഹൃദയമെടുപ്പ് കൂടി വന്നു. വലിയ പറമ്പിൽ കുടുംബം. അവന്റെ അച്ഛൻ ഒരു കോടീശ്വരനാണെന്ന് തന്നെ ഒരു വലിയ തിരിച്ചറിവായിരുന്നു ധീരജിന്. എന്നാൽ വലിയ പറമ്പിൽ കുടുംബം, ആ പേരായിരുന്നു അവനെ ഏറെ ആശയക്കുഴപ്പത്തിലാക്കിയത്. ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്പിലും എന്നുവേണ്ട ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ബിസിനസ് സാമ്രാജ്യമാണ് വലിയ പറമ്പിൽ കുടുംബത്തിന്റേത്. അച്ഛന് വലിയ പറമ്പിൽ കുടുംബവുമായി എന്ത് ബന്ധമെന്ന ചോദ്യമായിരുന്നു അവന്റെ മനസ്സ് നിറയെ. വാർത്തകളിൽ അധികം ഇടം പിടിക്കാറില്ലെങ്കിലും വലിയ പറമ്പിൽ കുടുംബം എന്നും അതിസമ്പന്നരുടെ പട്ടികയിൽ നിറഞ്ഞു നിന്നിരുന്നു. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് $150 മില്യൺ വലിയ പറമ്പിൽ കുടുംബത്തിന്റെ ആസ്തിയായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലോകത്തെ മികച്ച കമ്പനികളുടെ ഓഹരികൾ കൈവശം വച്ചിട്ടുള്ള ഒരു കുടുംബം. ആഫ്രിക്കയിലെ ഓയിൽ ട്രേഡ് ഗ്രൂപ്പിന്റെ 70%, ഗ്ലോബൽ റെയർ എർത്ത് ഗ്രൂപ്പിന്റെ ഏതാണ്ട് 73% കൈയാളുന്നവരാണ് അവർ. ധീരജിന്റെ മനസ്സിലൂടെ 1000 ചോദ്യങ്ങളും ആശയക്കുഴപ്പങ്ങളും കടന്നുപോയി. ധീരജ് വളരെ കൺഫ്യൂസ്ഡ് ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ചാക്കോ വീണ്ടും സംസാരിച്ചു തുടങ്ങി. മോനെ ധീരജ്, ഭാവിയിൽ നിനക്ക് എന്ത് പ്രശ്നമുണ്ടായാലും നീ എന്നെ ഓർക്കുക. ഒരൊറ്റ ഫോൺ കോൾ. ഈ ലോകത്ത് വലിയ പറമ്പിൽ കുടുംബത്തിന് പരിഹരിക്കാനാവാത്ത ഒരു പ്രശ്നവുമില്ല എന്ന് നീ മനസ്സിലാക്കുക. അധികം വൈകിയില്ല. ധീരജിനോട് യാത്ര പറഞ്ഞ് ചാക്കോ തനിക്കൊപ്പം വന്നവരുടെ കൂടെ കാറിൽ കയറി മടങ്ങിപ്പോയി. അയാൾ പോയി ഏതാണ്ട് 1 മിനിറ്റ് തികയും മുൻപേ ധീരജിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ജെറി കോളിംഗ്. ഞാൻ സ്നേഹയെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് നിനക്കറിയായിരുന്നു ജെറി. എന്നിട്ടും നീ അവളെ എന്നിൽ നിന്ന് അകറ്റി. യൂണിവേഴ്സിറ്റിയിൽ എല്ലാവരുടെയും മുന്നിൽ എന്നെ നീ അപമാനിച്ചു. ഒരുപക്ഷെ നിന്റെ ബാങ്ക് ബാലൻസിൻ്റെ ഇരട്ടി ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടാവും. എങ്ങനെയും പ്രതികരിക്കാം എനിക്ക്. പക്ഷേ ചാക്കോച്ചേട്ടൻ പറഞ്ഞത് കഴിയുന്ന അത്രയും ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്ത് ഒരു സാധാരണ ജീവിതം നയിക്കാനല്ലേ? ചാക്കോയുടെ വാക്കുകൾ അവന്റെ മനസ്സിലൂടെ കടന്നുപോയ നിമിഷം വീണ്ടും ജെറിയുടെ കോൾ. പക്ഷേ ഇത്തവണ ആ കോൾ അറ്റൻഡ് ചെയ്യാൻ തന്നെ ധീരജ് തീരുമാനിച്ചു. ജെറിയുടെ വാക്കുകളിൽ നിന്ന് ധീരജ് പാർട്ട് ടൈമായി ജോലി ചെയ്യുന്ന ഗാലക്സി ബാറിലാണ് ജെറി ഇപ്പോൾ നിൽക്കുന്നത് എന്ന് അവൻ തിരിച്ചറിഞ്ഞു. തന്നെ മനഃപൂർവ്വം പ്രൊവോക്ക് ചെയ്യാനാണ് ജെറിയുടെ ശ്രമമെന്നും ധീരജ് മനസ്സിലാക്കി. ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. നീ വരുവോ വരാതിരിക്കോ ചെയ്. അല്ലട കുട്ടാ, ഈ ഗാലക്സി ബാറിലെ ഏറ്റവും നല്ല റൂം ഏതാ? എന്റെ കൂടെ സ്നേഹയുണ്ട്. അവിടെ നല്ല മൂഡില്ല. റൂം എടുക്കാൻ പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കുവാന്നേ. അതാ ഞാൻ നിന്നെ വിളിച്ചത്. നീ ആവുമ്പോ നല്ല ബെഡ്ഷീറ്റ് മാറ്റാനോ കക്കൂസ് കഴുകാനോ ഒക്കെ ആയിട്ട് എല്ലാ മുറിയിലും കേറിയിട്ടുണ്ടാവുമല്ലോ. ജെറി മനഃപൂർവ്വം തന്നെ ദേഷ്യം പിടിപ്പിക്കാനാണ് ഇതെല്ലാം പറയുന്നതെന്ന് ധീരജിന് അറിയാമായിരുന്നു. എന്നാൽ അവനെ കൂടുതൽ വേദനിപ്പിച്ചതും ഹൃദയം തകർത്ത് കളഞ്ഞതും സ്നേഹയുടെ വാക്കുകളാണ്. ഫോണിന്റെ മറുതലയ്ക്കൽ നിന്ന് സ്നേഹ വിളിച്ചു പറഞ്ഞ ആ വാക്കുകൾ. നീ എന്തിനാ ജെറി അവനോടൊപ്പം ചോദിക്കാൻ പോകുന്നത്? ഇവിടുത്തെ ലോക്കൽ ബാറിലെ എച്ചിൽ പാത്രം എടുത്ത് വെക്കുകയും വല്ലവന്റെയൊക്കെ ചറുതല് കോരുകയൊക്കെ ചെയ്യുന്ന ജോലി അവന്റെ. അല്ലാതെ മുറിയുടെ ഒന്നും പരിസരത്ത് പോലും അവൻ അടുപ്പിക്കില്ല. ഒരു പൊട്ടിച്ചിരിയോടെ ജെറി ഫോൺ കട്ട് ചെയ്തു. ജെറി മനഃപൂർവ്വം ധീരജിനെ പ്രകോപിപ്പിച്ചതാണ്. എന്നാൽ ധീരജ് അവന്റെ ദേഷ്യം അടക്കിപ്പിടിച്ചു. ഹൃദയം തകർന്നു നിൽക്കുന്ന ധീരജിന്റെ ഫോണിലേക്ക് ഉടൻ തന്നെ സ്നേഹയുടെ ഒരു മെസ്സേജ് വന്നു. ധീരജ്, ഇനി ഒരിക്കലും നീ യൂണിവേഴ്സിറ്റിയിൽ ആരോടും പറയരുത് ഞാൻ നിന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നുവെന്ന്. ഞാനിപ്പോ ജെറിക്കൊപ്പോ. നമ്മുടെ ബന്ധത്തെക്കുറിച്ച് കേട്ട് അവൻ വേദനിക്കുന്നത് എനിക്കിഷ്ടമല്ല. താൻ ജീവിതത്തിൽ ആദ്യമായി സ്നേഹിച്ച പെൺകുട്ടി. അവളുടെ വാക്കുകളാണ്.
കൂടുതലൊന്നും പറയാനില്ലായിരുന്നുവെങ്കിലും ഹൃദയം പൊടിയുന്ന വേദനയോടെ ധീരജ് തിരികെ ഒരു മെസ്സേജ് അയച്ചു. നിനക്ക് ജെറിയുമായി മുൻപേ തന്നെ ബന്ധമുണ്ടായിരുന്നു? അല്പസമയം കഴിഞ്ഞാണ് സ്നേഹ അതിനു മറുപടി കുറിച്ചത്. ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാ എല്ലാ തരത്തിലും ഞങ്ങൾ അടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു തവണ അബോർഷൻ ചെയ്യേണ്ടിയും വന്നിട്ടുണ്ട്. അല്ല, നീ എന്താ കരുതിയേ? നീ വാങ്ങിത്തരുന്ന 10 രൂപയുടെ ചോക്ലേറ്റ് റോസാപ്പൂവും ടെഡിബിയറും കൊണ്ട് ഞാൻ അങ്ങ് തൃപ്തിപ്പെടുവെന്നോ? ആ മെസ്സേജ് വായിച്ചതും ഒരു കണക്കിന് അവളുടെ യഥാർത്ഥ മുഖം ഇപ്പോഴെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞ ധീരജിന് ഉള്ളിൽ സന്തോഷം തോന്നി. ഇന്ന് അവന്റെ കയ്യിൽ വേണ്ടുവോളം പണമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്ന കുടുംബങ്ങളിലൊന്നായ വലിയ പറമ്പിലെ വിത്താണവൻ. ധീരജിന് സ്നേഹയോട് തോന്നിയ ദേഷ്യത്തിന്റെ 10 മടങ്ങായി അവനെ തേടിവന്ന ഭാഗ്യത്തിൽ അവൻ സന്തോഷിക്കുവാൻ തുടങ്ങി. ധീരജ് ബാക്ക് ഗേറ്റിലൂടെ പുറത്തേക്കിറങ്ങി മധുലോകയിൽ നിന്ന് 1965 ബാച്ചിലെ ഒരു മർത്തിനി വാങ്ങി ബാസ്കറ്റ്ബോൾ കോർട്ടിനരികിൽ വന്നിരുന്ന് ഒറ്റയ്ക്ക് മദ്യപിക്കാൻ തുടങ്ങി. ആദ്യ പെഗ് സിപ്പ് ചെയ്യാൻ തുടങ്ങിയതും അവന്റെ ഫോണിലേക്ക് റൂംമേറ്റിന്റെ മെസ്സേജ് വന്നു. എടാ, നിന്റെ അമ്മ മാസ ചെലവിനുള്ള ക്യാഷ് തരാനായിട്ട് ദേ ഇവിടെ ക്യാമ്പസിൽ വന്ന് നിൽക്കുന്നു. നീ ഇതെവിടെ പോയി കിടക്ക? ബാക്കിയുള്ള എപ്പിസോഡുകൾ ഫ്രീ ആയി കേൾക്കുന്നതിനൊപ്പം റൊമാന്റിക് ക്രൈം ത്രില്ലറുകൾ അടങ്ങുന്ന മറ്റു പ്രീമിയം ഓഡിയോ സീരീസുകളും സൗജന്യമായി ആസ്വദിക്കാൻ ഉടൻ തന്നെ കുക്കു FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ.